മലയാളത്തിലെ ആദ്യത്തെ ആർക്കിടെക്ചർ മാഗസിനായ ഡിസൈനർ പ്ലസ് ബിൽഡറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴയിൽ അജയ് ഷുമറിനും ഷാഹിനയ്ക്കും വേണ്ടി നിർമ്മിച്ച വീടിൻ്റെ വിശേഷങ്ങളാണ്. വെസ്റ്റ് സൈഡ് ഫേസായ ഈ വീടിൻ്റെ ഫ്രണ്ട് വശം ഒരു കയറ്റത്തോടു കൂടിയ റോഡാണ്. ഈ റോഡ് തുടങ്ങുന്ന സ്റ്റാർട്ട്, അതായത് കയറ്റത്തിൻ്റെ സ്റ്റാർട്ടിലാണ് നമ്മൾ ഈ എൻട്രൻസ് ഗേറ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. എൻട്രൻസ് ഗേറ്റ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെൽ ഷേപ്പിലുള്ള ഒരു യാർഡിലേക്കാണ് ചെല്ലുന്നത്. യാർഡിൻ്റെ അത്യാവശ്യം ഭാഗം ഗാർഡൻ പിടിപ്പിച്ചിട്ടുണ്ട്. അത് കൂടാണ്ട് ഡ്രൈവ് ഏരിയ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് ബാംഗിൾ സ്റ്റോൺ വിരിച്ച ഒരു ഏരിയ ആയിട്ടാണ് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ അത്യാവശ്യം നമുക്ക് പാർക്കിന് യൂസ് ചെയ്യാം. അതുകൂടാണ്ട് നമുക്ക് പ്ലേ ഏരിയ ആയിട്ട് കൺവേർട്ട് ചെയ്യാവുന്ന രീതിയിലാണ് ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല കുറച്ച് സ്ഥലം ഉള്ളൂ എങ്കിലും അവിടെ ഗാർഡനിങ്ങിന് പ്രാധാന്യം കൊടുത്തിട്ട് ഒരു ഗ്രീനറി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. വീടിൻ്റെ ഫ്രണ്ട് വശത്തായിട്ട് നമ്മൾ ഒരു പോർച്ച് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു വിശാലമായ ഒരു സിറ്റ് ഔട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സിറ്റ് ഔട്ടിൻ്റെ പർപ്പസിൽ ഒരു ചെറിയ മീറ്റിംഗ് നടത്താൻ പാകത്തിന്, ക്ലൈൻറ്റ് ഒരു അഡ്വക്കേറ്റും കൂടിയാണ്. അപ്പോൾ അതും നമ്മൾ മുൻനിർത്തി അദ്ദേഹത്തിൻ്റെ റിക്വയർമെൻ്റ് ആയിരുന്നു. അപ്പോൾ ഒരു സിറ്റ് ഔട്ടിൽ ഒരു ചെറിയൊരു മീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്യാൻ പാകത്തിലുള്ള ഒരു സ്പേസ് വേണമെന്നുള്ളത്. അപ്പോൾ അതും നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടാണ് ഇതിൻ്റെ സിറ്റ് ഔട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിൽ നിന്ന് പിന്നെ നമ്മൾ എൻട്രി ആവുന്നത് ഫോർമൽ ലിവിങ്ങിലേക്കാണ്. ഡബിൾ ഹൈറ്റിലാണ് ഈ ഫോർമൽ ലിവിങ് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല ഇതിൻ്റെ നേരെ മെയിൻ ഡോറിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു കൺസോളും ഒരു മിററും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വാളിൽ ഒരു ഡെക്കറേഷനായിട്ട് പാനലിംഗ് വർക്കും കൊടുത്തിട്ടുണ്ട്, വുഡൻ പാനലിംഗ് വർക്കും കൊടുത്തിട്ടുണ്ട്. ഫോർമൽ ലിവിങ്ങിൽ സോഫ കൊടുത്തിരിക്കുന്നത് ഒരു എൽ ഷേപ്പിലാണ്. ഇത് 2 കളർ ടോണിലാണ് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല ഇതിന് വാളിൽ നമ്മൾ ഒരു വുഡൻ ഡെക്കറേഷൻ കൊടുത്തു എന്ന് പറഞ്ഞല്ലോ. ഇത് നമ്മൾ സീലിങ്ങിലേക്കും അത് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ഫോർമൽ ലിവിങ്ങിൽ നിന്ന് നമ്മൾ പോകുന്നത് നേരെ ഫാമിലി ഹാളിലേക്കാണ്. ഫാമിലി ഹാൾ ഒരു വിശാലമായൊരു സ്പേസ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഫാമിലി ഹാളിൽ നമ്മൾ ഡൈനിങ് ഏരിയ, ഫാമിലി ഹാളിൻ്റെ ഒരു ഏരിയ, അത് ടി വി റൂമിൻ്റെ ഒരു ഏരിയ ആയിട്ട് കൺവേർട്ട് ആക്കിയിട്ടുണ്ട്. ഈ വീട്ടിലൊരു സെൻട്രൽ പോയിന്റും ഈ ഫാമിലി ഹാളെന്ന് പറയാം. കാരണം നമുക്ക് ഈ ഫാമിലി ഹാളിൽ നിന്നാണ് 2 ബെഡ്റൂമിലേക്ക് എൻട്രി ആവുന്നത്. മാത്രമല്ല പ്രെയർ റൂം, പിന്നെ നമുക്ക് പുറത്തിറങ്ങാനുള്ള പേഷിയോ അങ്ങോട്ട് ഇറങ്ങാനുള്ളത്, പിന്നെ നമ്മുടെ മെയിൻ ഓപ്പൺ കിച്ചണിലേക്കുള്ള ഒരു എൻട്രി, പിന്നെ വാഷ് ഏരിയ, പിന്നെ സ്റ്റെയർ കേസ്, ഇത്രയും പോർഷനിലേക്ക് നമ്മൾ ഈ വീടിൻ്റെ ഈ ഫാമിലി ഹാളിൽ വന്നിട്ടാണ് നമ്മൾ തിരിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു സെൻട്രൽ കോർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഡൈനിങ് ടേബിള് നാനോ വൈറ്റ് കൗണ്ടർ ടോപ്പുള്ള ഒരു ഡൈനിങ് ടേബിളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിനോട് അറ്റാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡൈനിങ് ചെയറും ഡൈനിങ് ബെഞ്ചും കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഡൈനിങ് ചെയറിൻ്റെ ഒരു കളർ തീമിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സിറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ് ടി വി ഏരിയയിൽ നമ്മൾ സോഫയ്ക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ടി വി ഏരിയ കുറച്ച് അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി നമ്മൾ നാച്ചുറൽ സ്റ്റോണിൻ്റെ ക്ലാഡിങ് കൊടുത്ത് ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ സോഫയോട് ചേർന്നുള്ള സ്പേസിലാണ് പേഷ്യോ, നമ്മൾ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു സിറ്റ് ഔട്ട് എന്ന് പറയാൻ പാകത്തിലുള്ള ഒരു പോർഷനിലേക്ക് ഇറങ്ങുന്നത്. അവിടെ നമ്മൾ അത്യാവശ്യം ഒരു ഗ്രീനറിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് അത്യാവശ്യം സ്റ്റഡി ഏരിയ, റീഡിങ് സ്പേസ് അതൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന രീതിയിലാണ് അത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ കിച്ചൻ്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ കിച്ചൺ ഒരു ഓപ്പൺ കിച്ചണാണ് കൊടുത്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും കൊടുത്തിട്ടുണ്ട്. ഒരു വൈറ്റ് തീമിലാണ് ഈ ഓപ്പൺ കിച്ചൺ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓപ്പൺ കിച്ചനോട് ചേർന്ന് തന്നെയാണ് വാഷ് ഏരിയ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അവിടെ നമ്മൾ ബ്രിക്കിൻ്റെ ഒരു ക്ലാഡിങ് ഒട്ടിച്ച് ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. ഫാമിലി ഹാളിൻ്റെ മറ്റൊരു ഭാഗത്താണ് പ്രെയർ റൂമിലേക്കുള്ള എൻട്രി നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഈ പ്രെയർ റൂമിൽ നമ്മളൊരു അബലൂഷൻ ഏരിയ കൊടുത്തിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ഒരു 8 പേർക്ക് നിസ്കരിക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഒരു പ്രെയർ റൂം സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ പ്രെയർ റൂം ശരിക്കും നമ്മുടെ എലിവേഷനിൽ കാണുന്ന രീതിയിൽ ഒരു ജാലി വർക്കോടെ അതിൻ്റെ ഒരു പാർട്ടീഷനിൽ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഫാമിലി ഹാളിൽ നിന്ന് എൻട്രി ചെയ്യുന്ന 2 റൂമിലേക്കുള്ള എൻട്രിയാണ് വരുന്നത്. ഇത് ഒരെണ്ണം മാസ്റ്റർ ബെഡ്റൂമും ഒരെണ്ണം പാരൻസ് ബെഡ്റൂമാണ്. മാസ്റ്റർ ബെഡ്റൂമിലെ ഒരു തീം നമ്മൾ കുറച്ച് ടെക്സ്ചർ പെയിന്റ് കൊടുത്തിട്ടുണ്ട്. ഫർണിച്ചറൊക്കെ ഇൻബിൽറ്റ് ഫർണിച്ചറാണ്. ക്ലയൻറ്റിൻ്റെ ആവശ്യപ്രകാരം റൂമിൽ വാർഡ്രോബ്, സീലിംഗ് വരെ ഹൈറ്റ് ഉള്ള രീതിയിലുള്ള ഒരു വാർഡ്രോബാണ് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല വാർഡ്രോബിന് ചേർന്ന് തന്നെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് ചെറിയൊരു ഡ്രസ്സിംഗ് റൂമും ഉണ്ട്. പിന്നെ നമ്മളൊരു ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. ബാത്റൂം അറ്റാച്ച് ബാത്റൂമാണ്. അത് ഡ്രൈ വെറ്റും തിരിക്കുന്ന രീതിയിലുള്ള ഒരു ബാത്റൂമാണ് കൊടുത്തിരിക്കുന്നത്.
പാരൻസ് ബെഡ്റൂമിലേക്ക് വന്നാലും ഇതേ ഒരു രീതി തന്നെയാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. പാരൻസ് ബെഡ്റൂമിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന കോട്ട് നിലവിലുണ്ടായിരുന്ന അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കോട്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഡിസൈനും എലമെന്റ് കുറച്ചൊക്കെ ആ റൂമിന്റെ പല ഭാഗങ്ങളായി കൊടുത്തിട്ടാണ് നമ്മൾ അവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. ആ റൂമിലും നമ്മളൊരു ടെക്സ്ചർ പെയിന്റ് വാൾ കൊടുത്തിട്ടുണ്ട്, ഒരു സ്റ്റഡി ഏരിയ കൊടുത്തിട്ടുണ്ട്, മാത്രമല്ല ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. വാഷ്റൂമിനോട് ചേർന്നാണ് സ്റ്റെയർ കേസ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കേസ് ഫാബ്രിക്കേഷൻ സ്റ്റെയർ ആണ് കൊടുത്തിരിക്കുന്നത്. അതിന് ട്രെഡൊക്കെ നമ്മൾ ടീക്കൂട്ടാണ് വെച്ചാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല അതിന്റെ ഹാൻഡ് റെയിൽ ഗ്ലാസും അതിന്റെ ടോപ്പ് ടീക്കൂട്ടിന്റെ ഒരു റെയിലുമാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെയർ കേസ് കയറി നേരെ എൻട്രി ചെയ്യുന്നത് ഒരു അപ്പർ ലിവിങ്ങിലേക്കാണ്. ഈ അപ്പർ ലിവിങ് ഏരിയ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു റീഡിംഗ് സ്പേസ് കം റിലാക്സിങ് സ്പേസ് ആയിട്ടാണ്. ഇവിടെ നമ്മൾ അതിനായിട്ട് നമ്മൾ TV ഏരിയ കൊടുത്തിട്ടുണ്ട്, ഒരു ലൈബ്രറി ഏരിയ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറയാൻ വിട്ടുപോയ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ അപ്പർ ലിവിംഗ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സ്റ്റഡി ഏരിയ കാണാൻ പറ്റും. അപ്പർ ലിവിംഗിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമിലേക്ക് പോകുന്ന പാസേജിലായിട്ടാണ് നമ്മൾ സ്റ്റഡി ഏരിയ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റഡി ഏരിയയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നിട്ട് ഈ സ്റ്റഡി ഏരിയ നമുക്ക് വിസിബിൾ ആണ്. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് പഠിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരു വിസിബിളോടെ നമ്മളതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ പോലെ തന്നെ 2 ബെഡ്റൂമാണ് മുകളിൽ വരുന്നത്. അതിൽ ഒരു ബെഡ്റൂം ഒരു കിഡ്സ് ബെഡ്റൂം ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ കിഡ്സ് ബെഡ്റൂം നമുക്കൊരു 5 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ വലുതായിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു പെയിന്റിംഗ് വർക്കോടെ മേക്ക് ഓവർ ചെയ്യുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത് താഴെ ഡിസൈൻ ചെയ്തിരിക്കുന്ന മാസ്റ്റർ ബെഡ്റൂമിന്റെ അതേ ഒരു പാറ്റേൺ പോലെ തന്നെയാണ്. ഈ റൂമിൽ ഒരു ടെക്സ്ചർ പെയിന്റിന് പകരമായിട്ട് നമ്മൾ സ്റ്റോൺ സ്ട്രക്ചറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൂടാണ്ട് CNC കട്ട് ചെയ്യുന്ന ഒരു പാനൽ വർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പർ ലിവിംഗിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള 2 സ്പേസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ സ്പേസ് നമ്മുടെ പോർച്ചിന്റെ ഒക്കെ ടെറസിലേക്ക് ഇറങ്ങുന്ന ഒരു സ്പേസ് ആണ്. ആ സ്പേസ് നമ്മൾ ഒരു പാർട്ടി ഏരിയ ആയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാൻ പാകത്തിനുള്ള ഒരു സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 100-300 സ്ക്വയർ ഫീറ്റോളം നമുക്ക് ആ ഒരു ഏരിയ ഉണ്ട്. ആ ഒരു ടൈലൊക്കെ ഇട്ട് ഗാർഡനിങ് ചെയ്തുള്ള ഏരിയ ആണ്. പിന്നെ നമുക്ക് 2ാമത്തെ എൻട്രൻസ് വരുന്നത് പുറത്തേക്ക് വേറൊരു ടെറസിലേക്കാണ്. ആ ടെറസിന്റെ ഭാഗത്തായിട്ട് നമ്മളൊരു ജാക്കൂസി ഏരിയ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ വീട്ടിൽ പ്രധാനമായിട്ടും വിൻഡോസ് ഒക്കെ UPVC സ്ലൈഡിംഗ് വിൻഡോസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല മെയിൻ ഡോറ്, ബാക്ക് ഡോറ് ഇതൊക്കെ സ്റ്റീൽ ഡോർസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊക്കെ ക്ലയന്റിന്റെ റിക്വയർമെന്റ് ആയിരുന്നു. കാരണം മരത്തിൻ്റെതായ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ മരം ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ സ്റ്റെയർ കേസിന്റെ ഹാൻഡിൽ, അതുപോലെ ആർക്കിട്രൈവ്സ്, കുറച്ച് വുഡിന്റെ എലമെന്റ്സ് ഇന്റീരിയറിന്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ വീട്ടിന്റെ എലിവേഷനിൽ സ്ലോപ്പ് പ്രൂഫ് പ്ലസ് ബോക്സ് ടൈപ്പ് ഡിസൈനാണ് നമ്മൾ ഫോളോ ചെയ്തിരിക്കുന്നത്. ഒരു കണ്ടംപററി കൊളോണിയൽ മിക്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ മാത്രമല്ല കളർ തീം ആണെങ്കിലും ഒരു ലൈറ്റ് കളർ, പിന്നെ കുറച്ച് ഭാഗങ്ങളിൽ നമ്മൾ ടെക്സ്ചർ പെയിന്റ് യൂസ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ വീട്ടിൽ ഓട്ടോമേഷന്റെ സാധ്യതകൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. എൻട്രൻസ് ഗേറ്റ് ആയിക്കോട്ടെ, മെയിൻ ഡോർ ആയിക്കോട്ടെ, അതുപോലെ കോമൺ ഏരിയ ലൈറ്റിംഗ് ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ അതിൽ മൊബൈലിൽ നിന്ന് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഇതിൽ നമ്മൾ വീഡിയോ കണ്ടതുപോലെ ബാക്ക് സൈഡിലേക്ക് ഇറങ്ങുന്ന പേഷ്യോ ഏരിയ അവിടെ നമ്മൾ ഗ്ലാസ് സ്ലൈഡിംഗ് ഡോറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി ഒരു റോളിംഗ് ഷട്ടറും കൊടുത്തിട്ടുണ്ട്. ഈ റോളിംഗ് ഷട്ടറും നമുക്ക് ഓട്ടോമേഷനിൽ കൺട്രോൾ ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്.